ഇന്ന് മോന് വലിയൊരു നേട്ടമുണ്ടായ ദിവസമാണ്. അപ്പൊ ഡോക്ടർ സൈമൺസ് അക്കാദമി എങ്ങനെയാണ് അതിലേക്ക് അവനെ നയിച്ചതെന്ന് തോന്നുന്നത്? ഡോക്ടർ സൈമൺസ് അക്കാഡമിയെ എനിക്ക് കുറച്ച് നാളായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ പള്ളി വഴിയും എൻ്റെ വേറെ ഫ്രണ്ട്സ് വഴിയൊക്കെ ഞങ്ങൾ കേട്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങളുടെ മോൻ ജെയിംസ് ഒരു ഇയർ 10 ആ സമയമൊക്കെ ആയപ്പോഴത്തേനും കുറച്ച് എക്സ്ട്രാ സപ്പോർട്ട് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ഞങ്ങൾക്ക് ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരാളെയാണ് ഞങ്ങൾ നോക്കിയത്. അങ്ങനെയാണ് ഡോക്ടർ സൈമൺസ് അക്കാഡമിയെ കുറിച്ച് അറിയാൻ സാധിച്ചത്. എന്ത് ചേഞ്ചാണ് അവൻ്റെ ലൈഫിൽ ഡോക്ടർ സൈമൺസ് അക്കാദമി കൊണ്ടുവന്നത്? അത് വളരെ ചേഞ്ച് കൊണ്ടുവന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വന്നപ്പോഴത്തേനും അവൻ്റെ ആ ഒരു ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ ഗ്രോത്തിന് ജസ്റ്റ് അക്കാഡമിക് മാത്രമല്ല മൊത്തത്തിൽ തന്നെ അവൻ്റെ ഒരു ഫോർമേഷനും അതാണ് ജസ്റ്റിനിക്കും തോന്നുന്നത് ഒരു അമ്മ എന്നുള്ള രീതിയിൽ. അമ്മ എന്ന നിലയ്ക്ക് അവന് ഒരു ഭാവിയെ കുറിച്ചൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി അങ്ങനെ എന്ത് മാറ്റമാണ് അവന് തോന്നിയിരിക്കുന്നത്? GCSEയുടെ മോക്ക് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകിട്ട് ബിൻഡോ ഇവൻ്റെ എക്സ്ട്രാ മൈലിന് എനിക്ക് പറയാൻ പറ്റും. അവനെക്കുറിച്ച് ഒരു ഓണസ്റ്റായിട്ട് ഒരു ഫീഡ്ബാക്ക്, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് തന്നു. അത് ഏത് രീതിയിൽ അവൻ അപ്രോച്ച് ചെയ്യണം, അത് ആ ബിന്ദു അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ പേരൻസ് ചെയ്യുന്നതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് വേറൊരാൾ പറഞ്ഞപ്പോൾ അവനിൽ അതൊരു പ്രത്യേക ഒരു മാറ്റം വന്നു. അവൻ പിന്നെ GCSEക്ക് കുറച്ച് ഫ്യൂ മന്ത്സേ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അവൻ കുറേ വർക്ക് ഹാർഡ് ചെയ്തു. അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് ഞങ്ങൾക്ക് അതിൽ കാണാൻ സാധിച്ചു. ഇനി അവൻ്റെ ഭാവിയെ കുറിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടോ? എ ലെവൽ നല്ല ചാലഞ്ചിങ് ആണ്. കാരണം അവൻ GCSEയെക്കാളും ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഡോക്ടർ വിൻഡോ സൈമൺസ് അക്കാഡമിയുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് അവൻ മുമ്പോട്ട് നന്നായി പോകുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്.